Disclaimer. ഹലോ എവറിബഡി. യെസ്, നിങ്ങളെ കണ്ടത് തന്നെയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ആൻഡ് ദിസ് വീഡിയോ ഇസ് സ്പെഷ്യലി ഡെഡിക്കേറ്റിംഗ് ടു വെരി സെൻസിറ്റീവ് പീപ്പിൾസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുവാണ് ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ക്യാൻ ബി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ആൻഡ് ഹൂ എവർ ഇറ്റ് മേ ബി. അപ്പോൾ ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോയിന്റിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ഒരു ടോപ്പിക് എടുത്തിടുവാണ് ആൻഡ് ദാറ്റ് യു ഡോണ്ട് നോ വാട്ട് ദേ ആർ സ്പീക്കിംഗ് അബൌട്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സോ നിങ്ങൾ ചോദിക്കുകയാണ്, എടാ നിങ്ങൾ എന്തിനെ കുറിച്ചായി സംസാരിക്കുന്നത്, എനിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്, എന്താ അത് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ ഇഫ് ദേ ആർ എക്സ്പ്ലെയിനിങ് ദാറ്റ് തിങ് ടു യു, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, അവർ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് എൽസ് ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾ ചോദിക്കുമ്പോഴും അവർ നിങ്ങളുടെ അടുത്തത് പറയുന്നില്ല ആൻഡ് ദേ ഡോണ്ട് വാണ്ട് യു ടു നോ അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ആ കേസിൽ ഇവിടെ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും അവർക്ക് താല്പര്യമില്ല. എന്നാൽ പിന്നെ നിങ്ങളിരിക്കുന്ന ആ ഗ്രൂപ്പിൽ അവർ ആ ടോപ്പിക് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു ആൻഡ് ദാറ്റ് വാസ് എ കംപ്ലീറ്റ് മിസ്റ്റേക്ക് ഫ്രം ദെയർ എൻഡ്. ഓക്കെ, സോ നിങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളില്ലാത്ത ഒരു പോയിന്റിൽ, നിങ്ങളില്ലാത്ത ഒരു ടൈമിൽ, നിങ്ങൾ ഉൾപ്പെടാത്ത ഒരു ഗ്രൂപ്പിലാവണമായിരുന്നു അവരത് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. സോ നിങ്ങളത് ചോദിക്കുമ്പോൾ ആസ് യു ആർ എ വെരി സെൻസിറ്റീവ്, വെരി സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ, നിങ്ങൾക്ക് മേ ബി അത് ഫീൽ ചെയ്യുമായിരിക്കും. നിങ്ങളത് ഓവർ തിങ്ക് ചെയ്ത് ചിലപ്പോൾ കാട് കയറി അങ്ങ് അവിടെ എത്തുമായിരിക്കും. അത് നിങ്ങളുടെ ഒരു പ്രോബ്ലം ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്. ബട്ട് സ്റ്റിൽ അത് നിങ്ങളുടെ ഒരു സ്വഭാവം, നിങ്ങളുടെ ഒരു ക്യാരക്ടർ അതായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുമായിരിക്കും. ബട്ട് അതിനേക്കാളൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് എൻ യുവർ വേർഡ്സ്, ഓപ്പൺ ഇറ്റ്, എന്നിട്ട് ഒന്നെടുക്കുക, ഒരു ചെവിയിൽ വയ്ക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ചെവിയിൽ വെച്ചാൽ മതി. അല്ല, രണ്ടാമത്തെ എടുക്കുക, മറ്റേ ചെവിയിലും കൂടെ വെക്കുക. കാരണം നമ്മൾ ഒരു ചെറിയ ഒരു പോയിന്റിൽ കൂടെ പോലും അത് കേൾക്കാൻ പാടില്ല, കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്നിട്ട് ഫോൺ എടുക്കുക, യൂട്യൂബോ സ്പോട്ടിഫൈയോ എന്ത് വേണേലും എടുക്കുക, പാട്ട് സെലക്ട് ചെയ്യുക, പ്ലേ ചെയ്യുക. ഹൈസ് ഇപ്പൊ മനസ്സിലായില്ലേ എന്താ നിനക്ക് ചെയ്യേണ്ടതെന്ന്? ഐ ലവ് യു ഓൾ. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.